इदं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौरांगी राधे वृन्दावनेश्वरि वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवं। श्रीचैतन्य ईश्वरं श्रीगुरुं भवतारिणं नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। ॐ नमो भगवते वासुदेवाय। हरे कृष्ण। ഇന്നത്തെ കൃഷ്ണാവബോധ സമിതിയുടെ ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തത് നമ്മൾ ഭഗവത്ഗീത എന്നിട്ട് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് ഒരു ശ്ലോകം ഇന്ന് നമുക്ക് പഠിക്കാം. ഇന്ന് വളരെ വിശിഷ്ടമായിട്ടുള്ളൊരു ശ്ലോകമാണ് വന്നിരിക്കുന്നത്. 15-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം. അതിനു മുമ്പായിട്ട് പുതിയ ആൾക്കാരൊക്കെ ഞാൻ കാണുന്നു ഇവിടെ. ഭഗവത്ഗീത എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഭഗവത്ഗീതയുടെ മാഹാത്മ്യം എന്താണ്? വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവ്. അപ്പോൾ വേദങ്ങളുടെ ജ്ഞാനകാണ്ഡ ഭാഗമാണ് ഉപനിഷത്തുകൾ. എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ് ഭഗവത്ഗീത. ഓക്കെ, ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സർവോപനിഷത്തോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സസുധർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. കൃഷ്ണൻ എല്ലാ ഉപനിഷത്തുകളെയും ഒരു പശുവാക്കിയെടുത്തു. എന്നിട്ട് പശുവിനെ കറക്കുവാണ്. ആരാണ് കറവക്കാരൻ? കൃഷ്ണൻ. കറക്കണം എന്നുണ്ടെങ്കിൽ പശുവിൻ്റെ അടുത്ത് ഒരു കുട്ടിയെ നിർത്തണം. പശുക്കുട്ടി ഉണ്ടെങ്കിൽ കറക്കാൻ എളുപ്പമായി. അതാരാണ്? അർജുനൻ. പശുവിനെ കറക്കുന്ന എന്തിനാണ്? പാല് കിട്ടാനായിട്ട്. പാൽ ആരാണ് കുടിക്കുന്നത്? പശുക്കുട്ടിക്കാണോ അതോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണോ? ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ്. അപ്പം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാം കൃഷ്ണൻ അർജുനൻ ഉപദേശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉപദേശം ആർക്ക് വേണ്ടിയായിരുന്നു? എല്ലാവർക്കും വേണ്ടിയായിരുന്നു. സുധീർ ഭോക്ത. ആരാണ് ഭോക്ത ആയിട്ടുള്ള? ഭുജിക്കുന്ന ആരാണ്? കുടിക്കുന്ന ആരാണ്? സുധി. ധീ എന്ന് വെച്ചാൽ ബുദ്ധി. സുധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ. ഓക്കെ, ഭഗവത്ഗീത നമ്മൾ പാരായണം ചെയ്യുമ്പോഴത്തേക്കും ഓരോ അധ്യായത്തിൻ്റെയും അവസാനം പറയുന്നത് എന്താണ്? ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ. അല്ലേ? ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു. വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ് അവിടെ സംസ്കൃതത്തിൽ ഏകവചനം, ദ്വിവചനം, ബഹുവചനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബഹുവചനത്തിലാണ് ഭഗവത്ഗീത ഉപനിഷത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്തായുള്ള ഭഗവത്ഗീതയെ ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് നമ്മൾ ബഹുവചനം ഉപയോഗിക്കുക? ഒന്നിലധികം കൂടുതലുള്ളപ്പോൾ. അല്ലാതെ ഉപയോഗിക്കാറുണ്ടോ എപ്പോഴെങ്കിലും?
ബഹുമാനം കാണിക്കാനായിട്ട്. ഉദാഹരണം, പത്മജ മാതാജി ഇവിടെ ഉണ്ട്. അവര് ഒരു ഡോക്ടറാണ്. ഓക്കെ, അവരെന്നുള്ളത് അവിടെ ഒത്തിരി പേരുണ്ടായിട്ടല്ല, ആ മാതാജിയുടെ അടുത്തുള്ള ബഹുമാനം കാണിക്കാനാണ് അവർ എന്ന വാക്ക് ബഹുവചനം ഉപയോഗിച്ചത്, ഇല്ലേ? അതേപോലെ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം കാണിക്കാനായിട്ട് ഭഗവത്ഗീതാസു അല്ലെന്നുണ്ടെങ്കിൽ ഭഗവത്ഗീതായാം എന്ന് പറയേണ്ടി വരുമായിരുന്നു. ഇവിടെ ബഹുവചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉപനിഷത്സു ഭഗവത്ഗീതാസു എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുവചനത്തിലാണ്. പിന്നെ പറയുന്നു, ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവകീ പുത്ര ഏവ ഏകോ മന്ത്രഃ തസ്യ നാമാനി കർമാപ്യേകം തസ്യ ദേവസ്യ സേവ. ശാസ്ത്രങ്ങൾ ഒത്തിരിയുണ്ട്, പക്ഷേ ഒരേ ഒരു ശാസ്ത്രം മതി. ഏതാണ് ആ ശാസ്ത്രം? ദേവകീ പുത്രഗീതം. ദേവകിയുടെ പുത്രനായിട്ടുള്ള കൃഷ്ണന്റെ ഗീത എന്താണ്? ഭഗവത്ഗീത. അപ്പം ആ ഒരു ശാസ്ത്രം ബാക്കി എല്ലാ ശാസ്ത്രത്തിൻ്റെയും സാരാംശമാണ്. അതുകൊണ്ട് അതാണ് ശ്രേഷ്ഠത. ഓക്കെ, പിന്നെ പറയുന്നു, നിർമ്മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനെ. ഒരു ദിവസവും നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വൃത്തിയാകും, അല്ലേ? അഴുക്കെല്ലാം പോയി കിട്ടും. സകൃത് ഗീതാംഭസി സ്നാനം സംസാരമലനാശനം. സകൃത് എന്ന് വെച്ചാൽ ഒരിക്കൽ. ഗീത ഒരു തവണ അഭ്യസിച്ചു കഴിഞ്ഞാൽ, മനുഷ്യജന്മത്തിൽ നമ്മൾ ഒരു തവണ ഗീത അഭ്യസിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എന്താണ്? സംസാരമാകുന്ന, അതിൽ നിന്ന് കിട്ടുന്ന, നമ്മുടെ ബന്ധത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ അഴുക്കുകളും മാറിക്കിട്ടും. ഇതാണ് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം. ചിലത് ഒത്തിരിയുണ്ട്, പക്ഷേ ചുരുക്കി പറയുന്നു. ഭഗവത്ഗീത നമുക്കെല്ലാവർക്കും അറിയാം. ശ്രീമദ് ഭാഗവതത്തിൽ മഹാഭാരതത്തിൽ 18 അധ്യായങ്ങളാണ് ഭഗവത്ഗീത. പ്രത്യേകിച്ചുള്ള ഒരു പുസ്തകമല്ല. മഹാഭാരതത്തിൽ 18 അധ്യായങ്ങൾ. അതിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗം, അടുത്ത 6 അധ്യായം ഭക്തിയോഗം, അവസാനത്തെ 6 അധ്യായം ജ്ഞാനയോഗം. ഇപ്പം നമ്മൾ എവിടെയാണ്? 15ാം അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ ഓരോ ശ്ലോകങ്ങളായിട്ട് ഇങ്ങനെ പഠിക്കും. 15ാം അധ്യായത്തിൽ എത്തി നിൽക്കുകയാണ്. 14ാമത്തെ അധ്യായം എന്തായിരുന്നു? 15ാമത്തെ അധ്യായത്തിൻ്റെ ഇതാണ് ടൈറ്റിൽ എന്താണ്? പുരുഷോത്തമ യോഗ. ഭഗവാന്റെ പേരാണ് പുരുഷോത്തമൻ. ഭഗവാനുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധം സ്ഥാപിക്കാം എന്നുള്ളതാണ് അതിലെ ചർച്ചാ വിഷയം. 14ാമത്തെ അധ്യായം എന്തായിരുന്നു? പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. അപ്പോൾ അവിടെ എന്ത് പറ്റി? എവിടെയാണ് ഭഗവാൻ പറഞ്ഞ് നിർത്തിയത്? ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളെയും എങ്ങനെ മറികടക്കാം? അർജുന ഉപദേശിക്കുന്നുണ്ട്, നിസ്ത്രൈഗുണ്യോ ഭവ അർജുന എന്ന് പറഞ്ഞ അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ 3 ഗുണങ്ങളെയും അതിക്രമിക്കൂ എന്ന് അർജുന ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറയുന്നത് ഭക്തിയുത സേവനത്തിലൂടെ. ഭഗവാനെ ഭക്തി ചെയ്യുക. ഭക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. സ്നേഹം. ഭഗവാന്റെ അടുത്ത് സ്നേഹത്തോടു കൂടി എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ഭക്തിയാകുന്നു. അപ്പോൾ ഈ ഭഗവാനിൽ ഭക്തി ലഭിക്കണമെങ്കിൽ ഭൗതിക പ്രകൃതിയിൽ നിന്നും വിരക്തി വേണം. അതിലുള്ള ആസക്തി നമ്മൾ വിട്ട് മാറ്റണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് നടക്കില്ല. ഒരു ഉദാഹരണം പറയാം. കൊച്ചിയിൽ നിന്നൊരു പ്ലെയിൻ ഡൽഹിയിലേക്ക് പോവാണ്. ഓക്കെ, 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കൊച്ചിയിൽ നിന്നുള്ള ദൂരം എത്രയായിരിക്കും? 1 കിലോമീറ്റർ 2 കിലോമീറ്ററോ? അവിടെയുള്ള ഡൽഹിയിലേക്കുള്ള കിലോമീറ്റർ കുറഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോഴത്തേക്കും കൊച്ചിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടി, ഡൽഹിയിലേക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു, ഇല്ലേ? അത് പറ്റില്ല. എനിക്ക് കൊച്ചിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അതേപോലെ നിൽക്കണം. അതേസമയം ഡൽഹിയിലേക്ക് എത്തുകയും വേണം. നടക്കുമോ? ഇല്ല. അതേപോലെയാണ് ഇത്. നദിയുടെ 2 കരങ്ങളാണെന്ന് വിചാരിക്കൂ, സൈഡുകളാണെന്ന് വിചാരിക്കൂ, കരകളാണെന്ന് വിചാരിക്കൂ. അപ്പം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാലേ അവിടെയുള്ള ഡിസ്റ്റൻസ് അവിടെ നമ്മൾ എത്തിച്ചേരുള്ളൂ, ഇല്ലേ? അതേപോലെ ഭൗതിക പ്രകൃതിയിൽ നിന്നും അകന്നു കഴിഞ്ഞു കഴിഞ്ഞാലേ ആത്മീയ പ്രകൃതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇതെങ്ങനെ ചെയ്യാമെന്നാണ് 15ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് ഭഗവാൻ. എങ്ങനെയാണ് വിരക്തി എങ്ങനെ സാധിക്കാമെന്ന് ഒരു ഉപമയിലൂടെയാണ് ഭഗവാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്താണ്? ഈ ഭൗതിക പ്രകൃതിയെക്കുറിച്ച് ഭഗവാൻ ഒരു നല്ലൊരു ഉപമ തന്നിരിക്കുന്നത്. എന്താണ്? ഒരു അരയാൽ നമ്മൾ കണ്ടിട്ടുണ്ട്.
ഒത്തിരി വേരുകളൊക്കെ ആയിട്ട് ധാരാളം ശാഖകളായിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തല തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വേരുകളെല്ലാം മുകളിലും ശാഖകളൊക്കെ താഴോട്ടാണ് വളരുന്നത്. ഇതെവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു മരം? കാണാം. തടാകക്കരയിൽ ചെന്ന് കഴിഞ്ഞാൽ മരത്തിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ ഛായ എന്ന് പറയുന്ന വെള്ളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേര് മുകളിലും ശാഖകളെല്ലാം താഴോട്ടുമായിട്ട് നിഴലിൽ കാണാൻ പറ്റും. അതേപോലെയാണ് ഈ ഭൗതിക പ്രകൃതിയും. നമ്മൾ എന്തൊക്കെ കാണുന്നുവോ അതെല്ലാം തന്നെ എന്താണ്? വെറും ഒരു നിഴൽ പോലെയാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതെന്താണ്? ആത്മീയ ലോകത്തിൻ്റെ ഒരു പ്രതിച്ഛായ മാത്രം. ഓക്കെ, അപ്പം നമുക്കിവിടെ സുഖം തോന്നുന്നില്ല, ആനന്ദം തോന്നുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വെറും ഒരു ഛായ മാത്രം. യഥാർത്ഥത്തിലുള്ള സുഖവും ആനന്ദവും എവിടെ കാണാൻ സാധിക്കും? ആത്മീയ ലോകത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു തോന്നൽ മാത്രമാണ്. അതായത് ഒരു എക്സാമ്പിൾ പറയാറുണ്ട്. നമ്മൾ സുഖം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ദുഃഖമാണ്. അതിനിടയ്ക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് ദുഃഖം ഇല്ലാതാകുന്നു. അതിന് നമ്മൾ ഇപ്പൊ സുഖമാണെന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും കടമാണ്, എല്ലാ മാസവും കടം. അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു മാസം കടമില്ല, കയ്യിൽ പൈസ ഇല്ല, കടമില്ല, കയ്യിൽ പൈസ ഇല്ല, കടമില്ല. അയാളെന്ത് ചെയ്യും? ആശ്വാസമായി, ഒന്നും കൊടുക്കാനില്ലല്ലോ. അതേപോലെയാണ് നമ്മുടെയും. നമ്മൾ ദുഃഖങ്ങൾ ഇല്ലാത്ത ഒരു സമയം എത്തുമ്പോഴത്തേക്കും നമ്മൾ പറയും ഇതാണ് സുഖം. പക്ഷെ അതല്ല. സുഖം എന്ന് പറയുന്നത് അതിനേക്കാളും പോസിറ്റീവ് ആയിരിക്കണം. സീറോ എന്നുള്ളതല്ല, പോസിറ്റീവ് ആയിരിക്കണം അത്. അപ്പോൾ യഥാർത്ഥ സുഖവും ആനന്ദവും നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആത്മീയ ലോകത്തിലാണ്. അത് എങ്ങനെ അവിടെ എത്താം? ഭഗവാനെ ആശ്രയിച്ച് പതുക്കെ പതുക്കെയായിട്ട് നമുക്ക് ആ ആത്മീയ ലോകത്തിലേക്ക് എത്താം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് അവിടേക്ക് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദങ്ങളിൽ നമുക്ക് ക്രമമായിട്ട് എങ്ങനെ ആത്മീയ പുരോഗതി നേടാം, എങ്ങനെ ഭഗവാനിലേക്ക് എത്തിച്ചേരാം എന്നുള്ള മാർഗം വേദങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ തുടക്കത്തിൽ ഭഗവാൻ പറയുന്നു, ഈ വേദങ്ങളിലൂടെ ആണ് ഈ അരയാലിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിൻ്റെ ശാഖകളെ പറ്റിയൊക്കെ മനസ്സിലാക്കേണ്ടത്. അശ്വത്ഥമേനം സൂരൂഢ മൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത്വം. ഓക്കെ, അപ്പോൾ ഈ നല്ല വേരുറച്ച ഈ അരയാലിൻ്റെ ശാഖകളെ വിരക്തി കൊണ്ടും ദൃഢനിശ്ചയം കൊണ്ടും ദൃഢനിശ്ചയത്തോടെ വിരക്തിയാകുന്ന ആയുധം കൊണ്ട് അതിൻ്റെ ശാഖകളെ വെട്ടിമുറിച്ചു മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ശാഖയിൽ നിന്ന് വേറൊരു ശാഖയിലേക്ക്, മറ്റൊരു ശാഖയിലേക്ക്, മറ്റൊരു ശാഖയിലേക്ക്. ഇതെപ്പോൾ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ലൈഫിലും, ഈ ഒരു ലൈഫ് മാത്രമല്ല, ഇതിനു മുമ്പ് എത്രയുണ്ടായിരുന്നു, ഇനി എത്രയുണ്ട്. അപ്പം മാറി 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 നമ്മൾ ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഭൗതിക പ്രകൃതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ഈ വിരക്തി കൊണ്ട് നമ്മളെ ഈ മരത്തെ, നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ അതിനെ മാറ്റുക, വെട്ടിമുറിച്ച് മാറ്റുക. മാത്രമല്ല അതിനുശേഷം അത് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, മൂന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ ചെന്നാൽ തിരിച്ചു വരവില്ലയോ അങ്ങനെയുള്ള സ്ഥലത്ത് ചെന്ന് എല്ലാത്തിൻ്റെയും ഉറവിടമായിട്ടുള്ള ഭഗവാനെ ആശ്രയിക്കണം എന്ന്, ഭഗവാനെ സമർപ്പിക്കണം എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം ഇതെങ്ങനെ വിരക്തി എങ്ങനെ സാധിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രഭുപാദ് പറയുന്നു. ഭഗവാനെ അറിയുന്ന ആളെ സമീപിച്ച് ഭഗവാനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം സമ്പാദിക്കണം. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം എന്നാണെന്ന് മനസ്സിലാക്കണം. ഇതോടുകൂടി നമുക്ക് ഭഗവാനിൽ അട്രാക്ഷൻ വരും. ഭഗവാനിൽ അട്രാക്ഷൻ വരുന്നതോടുകൂടി, നേരത്തെ പ്ലെയിനിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിലുള്ള
ഗ്യാപ്പ് കൂടുതൽ വരും. അതേപോലെ ഭഗവാനെക്കുറിച്ച് അറിയാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭൗതിക പ്രകൃതിയോടുള്ള നമ്മുടെ അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുക, എന്നിട്ട് ഭഗവാനെ നമ്മുടെ ആത്മസമർപ്പണം ചെയ്യുക. എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിനും പ്രഭുപാദ് എക്സ്പ്ലെയിൻ ചെയ്തു, നമുക്ക് പറഞ്ഞു തന്നു. ഒരു ആധ്യാത്മിക ഗുരുവിൽ കൂടി, 2 നമ്മുടെ ഈ ഭൗതിക പ്രകൃതിയുടെ യജമാനാണ് താൻ, എല്ലാത്തിൻ്റെയും നിയന്ത്രതാവ് താൻ ആണെന്നുള്ള ആ ബോധം, മിഥ്യാബോധം വെടിഞ്ഞ് മോഹങ്ങളിൽ നിന്ന് മുക്തരാകണം. പിന്നെ ചൂട് തണുപ്പ്, ജയം പരാജയം, ലാഭം നഷ്ടം, ഇങ്ങനെയുള്ള എല്ലാം ദ്വന്ദ്മോഹങ്ങളാണ്. ഓക്കെ, ഈ ദ്വന്ദ്ങ്ങളിൽ നിന്ന് മുക്തരാകണം. മാനം അപമാനം, ഇതിൽ നിന്നൊക്കെ മുക്തരാകണം. പിന്നെ സംസർഗം ഉപേക്ഷിക്കണം. ഈ കാര്യങ്ങളാണ് 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിനുശേഷം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും? എവിടെ എത്താനായിട്ട് സാധിക്കും? പതുക്കെ നമുക്ക് ഭഗവത് ധാമത്തിലേക്ക് എത്താൻ പറ്റും. ഭഗവത് ധാമത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ കാര്യം എന്താ? അല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, എൻ്റെ ധാമം, അതിൻ്റെ പ്രത്യേകത എന്താണ്? നതദ്ഭാസയതേ സൂര്യോന ശശാങ്കോന പാവകഃ യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ. ഇതായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ ശ്ലോകം. ഓക്കെ, അതിൻ്റെ പ്രത്യേകത എന്താണ്? ആ സ്ഥലം എന്ന് പറയുന്നത്, അവിടെ നമുക്കൊക്കെ ഇവിടെ വെളിച്ചം കാണണമെന്നുണ്ടെങ്കിൽ പുറത്ത് സൂര്യൻ വേണം, അല്ലെങ്കിൽ ചന്ദ്രൻ വേണം, അല്ലെന്നുണ്ടെങ്കിൽ അഗ്നി, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇലക്ട്രിസിറ്റി. നമ്മൾ ഇപ്പോൾ അഗ്നിക്ക് പകരം ഇലക്ട്രിസിറ്റിയാണ് യൂസ് ചെയ്യുന്നത്, അല്ലേ? അവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് സ്വയം പ്രകാശിതമാണ് ആ സ്ഥലം. മാത്രമല്ല, ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല. അങ്ങനെയുള്ള ധാമമാണ് ഭഗവത് ധാമം. ഓക്കെ, അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഈ ധാമത്തിലേക്ക് എത്തിയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ഗതി എന്താണ്? ഇവിടെ വീണ്ടും 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 ജനിച്ചുകൊണ്ടേയിരിക്കണം. മരണത്തോടുകൂടി എല്ലാം തീരുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജന്മമുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ചവന് മരണമുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജന്മമുണ്ട്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്? ജ്ഞാനപ്പാന ഏത് ബുക്കിനെ അടിസ്ഥാനമാക്കിയാണ് എഴുതിയിരിക്കുന്നത്? ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയാണ്. ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പൂന്താനം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഭഗവത്ഗീതയും ഭാഗവതവും. പൂന്താനം ഭാഗവതത്തിൻ്റെ ആളായിരുന്നു. ജാതസ്യ ഹി ധ്രുവോ മൃത്യുഹു, ധ്രുവം മൃതസ്യ ച. എന്താണ് അവിടെ വാക്ക്? ജന്മമൃതസ്യ ച. ഓക്കെ, ധ്രുവോ ജന്മമൃതസ്യ ച. അവിടെ എന്ന് വെച്ചാൽ ജനിച്ചവന് മരണം നിശ്ചിതമാണ്, മരിച്ചവന് ജന്മവും നിശ്ചിതമാണ്. ഇതാണ് ചക്രം. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു, പുനരപി ജന്മം പുനരപി മരണം പുനരപി ജന്മി ജഠരശയനം. വീണ്ടും വീണ്ടും ജനിച്ചോട്ടേയിരിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷ നേടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര ജന്മം എടുത്തു കഴിഞ്ഞാലും നമുക്ക് തൃപ്തി വരില്ല. എന്താണ് തൃപ്തി എന്ന് പറയാൻ കാര്യം? മനുഷ്യരല്ല, ഏത് ജീവിയാണെന്നുണ്ടെങ്കിലും അവർ ഹാപ്പി ആകാനാണ് നോക്കുന്നത്. ഹാപ്പി ആകുന്നത് എങ്ങനെയാണ്? അല്ല, എങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്? അവരുടെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തിയാണ്. ഇന്ദ്രിയങ്ങളുടെ സുഖമാണ് നമ്മുടെ സുഖം എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഒരു നല്ല പോകാൻ നേരത്ത് അവിടെ നല്ല ഒരു മണം, മസാല ദോശയുടെ മണം വരുന്നു. കയറി ഒരു മസാല ദോശ കഴിച്ചിട്ട് പോകാം. എന്താണ്? ഒന്ന്, നമ്മുടെ മൂക്ക് പറഞ്ഞു നല്ല മണം. അപ്പം നാവ് പറഞ്ഞു, ഓ അതെനിക്ക് ടേസ്റ്റ് ചെയ്യണം. ഉടനെ നമ്മൾ ഓടിപ്പോയി ഒരു മസാല ദോശ വാങ്ങിച്ചു, കഴിച്ചു. നാവും ഹാപ്പി, മൂക്കും ഹാപ്പി. ഓക്കെ, അപ്പം ആ രീതിയിലാണ് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതും നമ്മുടെ ഇന്ദ്രിയങ്ങളെ സന്തോഷപ്പെടുത്താനാണ്. പക്ഷേ ഇതൊരിക്കലും അവർ തൃപ്തരാവില്ല, നമ്മൾ ഒരിക്കലും ഹാപ്പി ആവില്ല. കാര്യം എന്താണ്? അതായത് ഇതൊരിക്കലും തീരില്ല.
എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീയുണ്ട്, അതിനെ അണയ്ക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും അണയോ? ഇല്ല. അപ്പൊ ഇന്ദ്രിയ തൃപ്തി എന്ന് പറയുന്നത് അതിനെ തൃപ്തിപ്പെടുത്താനായിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എണ്ണ അങ്ങ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആളി കത്തത്തേ ഉള്ളൂ. ഒരാഗ്രഹം തീരുമ്പോഴത്തേക്കും 10 ആഗ്രഹം വേറെ വരും. അതുകൊണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചിട്ട് നമ്മൾ ഒന്നും തന്നെ തൃപ്തരാകാൻ പോകുന്നില്ല. ആ തൃപ്തി എങ്ങനെ ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ തൃപ്തരാകുന്നില്ല? ജീവാത്മാവ് ഒരിക്കലും ഇന്ദ്രിയ സംതൃപ്തി കൊണ്ട് തൃപ്തരാകുന്നില്ല. അതിൻ്റെ ഉത്തരമാണ് ഏത്? ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന ശ്ലോകം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നമുക്ക് ശ്ലോകത്തിലേക്ക് പോവാം. വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ്. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ആരെങ്കിലും വായിക്കാനായിട്ട്? മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ഹരേ കൃഷ്ണ. മമ ഏവ എൻ്റെ തന്നെ, സനാതനഃ സനാതനമായ, അംശഃ അംശമായ, ജീവഭൂതഃ ബദ്ധജീവാത്മാക്കൾ, ജീവലോകേ ബദ്ധജീവലോകത്തിൽ, പ്രകൃതിസ്ഥാനി പ്രകൃതിസ്ഥിതങ്ങളായ, മനഃഷഷ്ഠാനി മനസ്സാകുന്ന ആറാമത്തതു കൂടിയ, ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ, കർഷതി ആകർഷിച്ച് കഷ്ടപ്പെടുന്നു. വിവർത്തനവും ഭാവാർത്ഥം ശ്രീലപ്രഭാത്.
എൻ്റെ ശാശ്വത അംശങ്ങളാണ് ഈ ലോകത്തിലുള്ള ബദ്ധരായ സകല ജീവസത്തകളും. ബദ്ധമായ ജീവിതം നയിക്കുകയാൽ മനസ്സുൾപ്പെടെയുള്ള 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അവർ കഠിനാധ്വാനം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞു, ഇത് വളരെ പ്രധാനപ്പെട്ട ശ്ലോകം ആണെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ ഭഗവാൻ പറയുന്നു, ജീവസത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്ന് ഭഗവാൻ വ്യക്തമായി പറയുന്നു. എന്താണത്? എല്ലാവരും തന്നെ ഭഗവാന്റെ അംശങ്ങളാകുന്നു. അവര് എന്താണ് ചെയ്യുന്നത്? അവരുടെ ഇന്ദ്രിയ തൃപ്തിക്കായിട്ട് വളരെയധികം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച്. നമുക്കറിയാം പഞ്ചേന്ദ്രിയങ്ങളാണ്. എന്തൊക്കെയാണ് പഞ്ചേന്ദ്രിയങ്ങൾ? കണ്ണ്, ചെവി, മൂക്ക്, നാവ്, ത്വക്ക്. 5 ഇന്ദ്രിയങ്ങൾ. ഇതിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലും സെൻഷ്വൽ പെർസെപ്ഷൻ നമുക്ക് കിട്ടുന്ന ഈ 5 എണ്ണം. പിന്നെ 6ാമത്തെ എന്താണ്? മനസ്സ്. ഓക്കെ, ഈ 6 ഉപയോഗിച്ചിട്ട് അവർ ശരിക്കും കഠിനാധ്വാനം ചെയ്യുകയാണ്. ഭാവാർത്ഥം: ജീവസത്തയുടെ വ്യക്തിത്വം വെളിവാക്കുന്നു ഈ ശ്ലോകം. പരമപുരുഷന്റെ ചെറിയൊരംശമാണ് ജീവാത്മാവ്. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ ചെറിയ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്കും ആദ്യം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഹു ആർ യു? ഇല്ലേ? 1ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ അടുത്ത് പോലും പഠിപ്പിക്കുന്ന കാര്യമാണ് ഹു ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് പറയും? I am Ravi Kumar. I am a boy. I am 5 years old. I study in 1A. ഇല്ലേ? ഇങ്ങനെയല്ലേ? പക്ഷേ ഇതാണ് നമ്മൾ പഠിച്ചത് മാത്രമല്ല, ഇത് വീണ്ടും ഉറപ്പിച്ചാണ്. 50 വയസ്സ്, 5 അല്ല 50 വയസ്സായി കഴിഞ്ഞാലും ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയായിരിക്കും പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഒരാളുടെ ഐഡന്റിഫിക്കേഷൻ എന്താണെന്ന് ഭഗവാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നു. എന്താണത്? മൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഈ ലോകത്തിലുള്ള എല്ലാവരും തന്നെ, ഒരാൾ പോലും ഒഴിവാക്കിയിട്ടില്ല ഭഗവാൻ. ജീവലോകേ ജീവഭൂത മമ ഏവ സനാതന അംശ. എൻ്റെ അംശങ്ങളാണ്. മാത്രമോ, ഈ അംശം വിചാരിക്കുന്നു ഞാൻ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമാകും. നടക്കുമോ? ഇല്ല. എങ്ങനെ അറിയാം? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സനാതനഃ. അംശമാണ്, മാത്രമല്ല സനാതനമായിട്ടുള്ള അംശമാണ്. അത് ശാശ്വതമാണ്. ഒരിക്കലും വ്യത്യാസം വരില്ല. അതുകൊണ്ട് അംശമുള്ളത് ഞാൻ പൂർണ്ണമാകും, ഞാൻ ഭഗവാനാകുമെന്ന് പലരും പറയാറുണ്ട്. അതൊരിക്കലും നടക്കില്ല. എന്തുകൊണ്ട്? ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, ഓരോ ജീവന്റെയും യഥാർത്ഥ പരിചയം ഭഗവാൻ ഇവിടെ തന്നിരിക്കുന്നു. എല്ലാവരും ഭഗവാന്റെ അംശങ്ങളാണ്. മാത്രമല്ല ശാശ്വതമായിട്ട് അവർ അംശങ്ങളായി തന്നെ ഇരിക്കും. എന്നും അങ്ങനെ തന്നെ ഇരിക്കും. ബദ്ധാവസ്ഥയിൽ വ്യക്തിഗത ഭാവം കൈക്കൊള്ളുന്നതാണെന്നും മുക്തി നേടിയാൽ പരമപുരുഷനിൽ ലയിച്ച് ഭഗവാനുമായി താതാമ്യം പ്രാപിക്കുമെന്നും പറയുന്നത് ശരിയല്ല. ആരാണിത് പറയുന്നത്? മായാവാദികളായിട്ടുള്ള ആൾക്കാർ പറയുന്ന കാര്യമാണ്. ബ്രഹ്മവാദികളായിട്ടുള്ള ആൾക്കാർ. ഓക്കെ, നമ്മൾ ഇപ്പം ബദ്ധാവസ്ഥയിലാണ്. ഇവിടെ വന്നു, നമ്മൾ മായയിൽ പെട്ടു. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് വിചാരിക്കുന്നത് ഞാൻ ഈ മനുഷ്യനാണ് അല്ലെന്നുള്ള ഇതാണ്. പക്ഷേ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ ആരാകും? ഈശ്വരനാകും, ഭഗവാനാകും എന്ന് അവർ ചിന്തിക്കുന്നു. അതൊരിക്കലും ശരിയല്ല എന്ന് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നു. കാര്യം, നീ അംശമാണ്, സനാതനമാണ്, അത് തന്നെ ആയിരിക്കും. ഇന്നലെ അങ്ങനെയായിരുന്നു, ഇപ്പം അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സനാതന എന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലോ. സനാതന എന്ന് വെച്ച് കഴിഞ്ഞാൽ എറ്റേണൽ, ശാശ്വതം. ഓക്കെ, വേദങ്ങളനുസരിച്ച് ഭഗവാൻ അനേകം വിസ്തരണങ്ങളിലൂടെ ആവിർഭവിക്കുന്നുണ്ട്. അവയിൽ പ്രാധാന്യമേറിയവയെ വിഷ്ണു തത്വമെന്നും
രണ്ടാം തരമായ മറ്റുള്ളവയെ ജീവാത്മാക്കൾ എന്നും പറയുന്നു. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വിഷ്ണു തത്വമാണ് സ്വാംശമെന്ന് പറയുന്നവ, വിഭിന്നാംശങ്ങൾ ജീവാത്മാക്കളും. സ്വാംശങ്ങളിൽ ശ്രീരാമൻ, നരസിംഹം, വിഷ്ണുമൂർത്തി എന്നിവരും വൈകുണ്ഠഗ്രഹത്തിലുള്ള പ്രധാന ദേവന്മാരും ഉൾപ്പെടും. അപ്പോ ഭഗവാന്റെ അംശങ്ങൾ എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് തിരിക്കാം. എന്താണത്? ഒന്ന് സ്വാംശം, ഭഗവാന്റെ സ്വന്തം അംശം. അതാണ് വൈകുണ്ഠ ലോകത്തിൽ ഭഗവാൻ വിസ്തരിച്ചിരിക്കുന്ന പല രൂപങ്ങൾ. ശ്രീമദ് ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധം കണ്ടിട്ടുണ്ടോ? അതിന്റെ കവർ പേജ് കണ്ടിട്ടുണ്ടോ? എന്താണത്? അല്ല, ഭാഗവതത്തിന്റെ പ്രഥമ സ്കന്ധത്തിന്റെ ഔട്ടർ കവർ. ഓരോ ലോകങ്ങളിലും ഭഗവാന്റെ അല്ലെ, ഓരോ ലോകങ്ങളിലും ഭഗവാൻ എങ്ങനെയുണ്ടെന്നുള്ളത് അത് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന്റെ പേര് എഴുതിയിട്ടുണ്ട്, പിക്ചറും കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഓരോ രൂപവും ഓരോ വിധത്തിലാണ് ഇരിക്കുന്നത്. എല്ലാം 4 കൈയുള്ള രൂപമാണ്. പക്ഷേ ചിലപ്പം ശംഖ് ഇവിടെ ആയിരിക്കും, വേറൊരെണ്ണത്തിൽ ശംഖ് ഇതിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ശംഖ് ഇവിടെ ആയിരിക്കും. ഇങ്ങനെ നോക്കിക്കോളൂ. ഭഗവാന്റെ രൂപങ്ങൾ ഒരേപോലെ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഓരോ ലോകത്തിലും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് രൂപത്തിലാണെന്നുണ്ടെങ്കിലും വ്യത്യസ്തമാണ്. ഓക്കെ, ഇതെല്ലാം തന്നെ ഭഗവാന്റെ അംശങ്ങളാണ്. സാകേതത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? വില്ലും ധരിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ട്. വേറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ വേറെ രൂപത്തിലായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെ സ്വാംശം എന്ന് പറയുന്നു. നമ്മളെപ്പോലുള്ള ആൾക്കാരെ എങ്ങനെയാണ്? എന്തിൽ വരുന്നു? സ്വാംശമാണോ? അല്ല, നമ്മൾ വരുന്നത് വിഭിന്നാംശം. അപ്പം സ്വാംശവും വിഭിന്നാംശവും തമ്മിൽ രണ്ടും അംശമാണെങ്കിലും അതില് വ്യത്യാസമുണ്ട്. ഓക്കെ, അത് വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്നു, വിഭിന്നാംശങ്ങളായ ജീവാത്മാക്കൾ നിത്യദാസരാണ്. ഭഗവാന്റെ സ്വാംശങ്ങൾക്ക് വ്യക്തിഗതമായ ദൈവത ഭാവം എല്ലായ്പ്പോഴുമുണ്ട്. അതുപോലെ വിഭിന്നാംശങ്ങൾക്കുമുണ്ട് തനതായ വ്യക്തിത്വം. അംശങ്ങൾ എന്ന നിലയിൽ ജീവാത്മാക്കൾ ഭഗവത് ഗുണാംശങ്ങളെയും ഉൾക്കൊള്ളുന്നു. അവയിലൊന്നാണ് സ്വാതന്ത്ര്യം. വ്യക്തിഗത ആത്മാവെന്ന നിലയിൽ ഓരോ ജീവസത്തയ്ക്കും വ്യക്തിത്വമുണ്ട്. അതോടൊപ്പം പരിമിതമായ സ്വാതന്ത്ര്യവുമുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ ജീവാത്മാക്കളുടെ വേറൊരു ഐഡന്റിഫിക്കേഷൻ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നു, ജീവേര സ്വരൂപഹോയ് കൃഷ്ണേര നിത്യദാസ്. ഓക്കെ, അതേപോലെ ഭാഗവതത്തിലെ മഹാത്മ്യത്തിലും പറഞ്ഞിട്ടുണ്ട്, ദാസോഹം തവ കേശവ. ഹേ കൃഷ്ണ, ഞാൻ അങ്ങയുടെ ദാസനാകുന്നു. ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. നമ്മളൊരിക്കലും ഈശ്വരനാവില്ല, നമ്മളൊരിക്കലും യജമാനാവില്ല. യജമാനത്വം തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം നമുക്ക് മനസ്സിലാക്കാം നമ്മൾ മായയുടെ കടും പിടുത്തത്തിലാണ്. ഇപ്പോഴും പിടുത്തമുണ്ട്, പക്ഷെ അത് കടും പിടുത്തത്തിലാണെന്ന് മനസ്സിലാക്കണം. ഇപ്പോഴാണ് അതാണ് ചില ദേവന്മാർക്ക്, പ്രത്യേകിച്ച് ഇന്ദ്രനൊക്കെ തോന്നും ഞാൻ ദേവന്മാരുടെ രാജാവാണെന്ന് തോന്നുമ്പോഴത്തേക്കും എന്തു പറ്റും? അവന്നൊരു ചെറിയൊരു തട്ട് കൊടുക്കും, വേക്കപ്പ് എന്ന് പറഞ്ഞിട്ട്. യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട്. അറിയില്ലേ, ഇപ്പം നമ്മൾ എന്താ ചെയ്തത്? 2 ദിവസം മുമ്പ് ഗോവർദ്ധന പൂജ ചെയ്തു ഇല്ലേ? ഗോവർദ്ധന പൂജ ചെയ്തപ്പോഴത്തേക്കും ആർക്കാണ് ദേഷ്യം വന്നത്? ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രൻ ഒരു കൊച്ചു ചെക്കൻ പറഞ്ഞു കേട്ടിട്ട് എൻ്റെ യാഗം മുടക്കിയിട്ട് അവര് ഗോവർദ്ധനത്തെ പൂജിച്ചിരിക്കുന്നു, കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. എന്ത് ചെയ്തു? പ്രളയകാലത്തെ മേഘങ്ങളെ അങ്ങോട്ട് അയച്ചു, സംവർത്തക മേഘങ്ങളെ അയച്ചു. എന്നിട്ട് വൃന്ദാവനത്തിൽ 7 ദിവസം പേമാരി. അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ശരി, നീ നിന്റെ പവർ കാണിക്കും, ഞാൻ എൻ്റെ പവർ കാണിക്കുക എന്ന് ഭഗവാൻ എന്ത് ചെയ്തു? നേരെ പോയി
ഞാൻ ഭഗവാനാണെന്ന് എങ്ങും പറഞ്ഞില്ല. നിങ്ങൾ ആരാധിച്ചത് ഗോവർദ്ധന പർവ്വതത്തെയാണ്, അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ആശ്രയിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ വെറും ഇടത്തെ കൈയുടെ ചെറുവിരലില്. എന്തുകൊണ്ടാണ് ഇടത്തെ കൈയുടെ ചെറുവിരൽ എന്ന് പറയുന്നത്? സാധാരണ എല്ലാവരും വലം കൈയന്മാരാണ്. വലത് കൈയിനാണ് ഇടത് വയസ്സ് കൈയേക്കാളും ബലം കൂടുതൽ. ഓക്കെ, അപ്പം ബലം കുറഞ്ഞ കൈ, അതിലും ചെറുവിരലിൽ വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആ ചെറുവിരലിൽ ഭഗവാൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു. 7 ദിവസവും 7 രാത്രിയും അങ്ങനെ പിടിച്ചു നിന്നു. ഇന്ദ്രന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അഹങ്കാരം ശമിച്ച് നാണം കെട്ടി തിരിച്ചുപോയി. സ്വന്തം പൊസിഷൻ എന്താണെന്ന് ഇന്ദ്രന് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ യഥാർത്ഥത്തിലുള്ള ഐഡൻറ്റിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, അംശങ്ങളുടെ യഥാർത്ഥ ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ ഭഗവാന്റെ നിത്യദാസരാണ്. സനാതന അവിടെയും വരുന്നുണ്ട്. നിത്യദാസന്മാരാണ്. ഒരിക്കലും നമ്മൾ ഭഗവാന്റെ തുല്യരോ ഭഗവാന്റെ മുകളിലോ എത്തില്ല. അപ്പോൾ ഈ അംശങ്ങൾക്ക് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ഒരു സ്വർണത്തിൻ്റെ മലയുണ്ടെന്നിരിക്കട്ടെ, അതിന് സ്വർണത്തിൻ്റെ ഗുണങ്ങളുണ്ട്. അതിൽ നിന്നൊരു തരി ഞാൻ എടുത്തു, 1 ഗ്രാം സ്വർണം ഞാൻ എടുത്തു, അതിനും സ്വർണത്തിൻ്റെ ഗുണമുണ്ടോ ഇല്ലയോ? അതേപോലെ ഭഗവാനും നമ്മളും, ഭഗവാൻ വിഭു ആയിരിക്കും, അൺലിമിറ്റഡ് ആണ്, നമ്മൾ അണു നിസ്സാരമായിരിക്കും. പക്ഷെ ഭഗവാന്റെ ഗുണങ്ങൾ നമ്മിലും ഉണ്ട്, ഇത്രേ കാണുള്ളൂ എന്ന് മാത്രം. ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാനെ ഇത് ചെയ്യുമ്പോഴത്തേക്കും, സ്തുതിക്കുമ്പോഴത്തേക്കും വ്യാസദേവൻ പറയുന്നു അഭിജ്ഞ സ്വരാട്. സ്വരാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവൻ, ആരുടെയും അധീനത്തിൽ അല്ലാത്തവൻ, അതാണ് സ്വരാട്. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാന് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ജീവാത്മാവിനും സ്വാതന്ത്ര്യമുണ്ട്. എത്രയുണ്ട്? ഇത്തിരി നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ടെസ്റ്റിലൂടെ നമുക്കറിയാൻ പറ്റും. എന്താണത്? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കേട്ടിട്ടുണ്ട്, ശരി തെറ്റെന്ന് കേട്ടിട്ടുണ്ട്. ഓക്കെ, ശരിയായിട്ടുള്ളത് ചെയ്യണോ തെറ്റായിട്ടുള്ളത് ചെയ്യണോ എന്ന് നമ്മൾ മനസ്സിൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലേ? അപ്പം ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ചൂസ് ചെയ്യും ആ ഒരു സിറ്റുവേഷനിൽ. റോഡ് വേറെ ഒന്നും വേണ്ട, റോഡ് ക്രോസ് ചെയ്യണം, അവിടെ റെഡാണ്, ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞ് സിഗ്നൽ കാണിക്കുന്നു, അത്യാവശ്യമുണ്ട്. ഞാൻ ഓടിക്കറിയങ്ങ് റോഡ് ക്രോസ് ചെയ്തു. ശരിയാണോ തെറ്റാണോ? തെറ്റാണ്, അപകടമാണ്. എനിക്ക് മാത്രമല്ല വണ്ടികൾക്കും എല്ലാം തന്നെ അപകടം പിടിച്ച കാര്യമാണ്. അപ്പം അത് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ഇല്ലേ? അപ്പം സ്വാതന്ത്ര്യം നമുക്ക് ശരിക്കും ഉപയോഗിക്കാം, തെറ്റായിട്ട് ഉപയോഗിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനുള്ള അതും നമുക്ക് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്തരം സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ വെറും റോബോട്ട് പോലെ ആയി. ഓക്കെ, ജസ്റ്റ് കീ കൊടുത്തു കഴിഞ്ഞാൽ തിരിയുന്ന സാധനം, അതിന് വലിയ കാര്യമില്ല. ഭഗവാൻ എന്തിനാണ് തുടക്കത്തിൽ വിസ്തരിച്ച് ഓരോ അംശങ്ങളുമായിട്ട് വിസ്തരിക്കുന്നത്? എന്തിനാണ്? ഭഗവാന് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഭഗവാൻ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? അച്ഛനമ്മമാരെ പിള്ളേരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അച്ഛനമ്മമാരെ കുട്ടികളുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരെ സ്നേഹിക്കണം, നോക്കണം എന്നുള്ളത് സ്നേഹത്തിൽ നിന്ന് വരുന്നതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്നേഹം നമുക്ക് വേണം. ഓക്കെ, ഭഗവാനും അത് തന്നെയാണ്. ഭഗവാൻ വിസ്തരിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അവർ നമ്മളെ സ്നേഹിക്കണം. സ്നേഹം എന്ന് പറയുന്നത് ബലാത്കാരമായിട്ട് നേടുന്ന കാര്യമല്ല. ഓക്കെ, ഒരു വടി എടുത്തിട്ട് എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുട്ടി സ്നേഹിക്കുമോ? ആ സ്നേഹമാണ് നമുക്ക് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന സ്നേഹമല്ല. സ്വയം തോന്നി കുഞ്ഞ് നമ്മളെ സ്നേഹിക്കണം. അതേപോലെയാണ് ഭഗവാനും. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, എന്നിട്ട് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. നിനക്ക്
എന്നെ നോക്കാം, എൻ്റെ അടുത്തേക്ക് വരാം, അല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഭഗവാൻ ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുന്നു. ആ സ്വാതന്ത്ര്യത്തിൻ്റെ സദുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനിലേക്ക് പോവാം, ഭഗവാന്റെ സേവ ചെയ്യാം, ഭഗവാനിലേക്ക് പോവാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സന്തോഷത്തിനായിട്ട്, ഭഗവാൻ ഇല്ലാതെ നമ്മുടെ സന്തോഷത്തിനായിട്ട് പ്രവർത്തിക്കാം. എന്നിട്ട് എന്ത് നേടാം? പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം. ഓക്കെ, ഇവിടെ തന്നെ നിൽക്കാം, ഈ ഭൗതിക ലോകത്തിൽ തന്നെ നിൽക്കാം. ഭഗവാൻ അതും വിഷമമൊന്നുമില്ല. ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ ഒരിക്കലും എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ഭഗവാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ സ്വയം തൃപ്തനാണ്. നമുക്കാണ് വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണം. രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഭാര്യ ചായ ഉണ്ടാക്കി തന്നാലേ എനിക്ക് ശരിയാവുള്ളൂ. ഞാൻ സ്വയം തൃപ്തനല്ല. ഞാൻ സ്വയം തൃപ്തനാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും എനിക്ക് അവരിൽ നിന്നൊന്നും തന്നെ എനിക്ക് നേടാനില്ല. അങ്ങനെയുള്ള ആളാണ് ആത്മാരാമൻ. എൻ്റെ സമയം തീരാറായി, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ശരി. അപ്പോൾ ഇനി ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗപ്പെടുത്തുമ്പോൾ ജീവൻ ബദ്ധാത്മാവായി തീരുന്നു. സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നത് വേണ്ടും വിധമാണെങ്കിൽ അവയിൽ നിന്ന് മോചനം നേടാം. ഏതു വിധത്തിലും പരമപുരുഷനെ പോലെ ജീവാത്മാവിന് ഗുണങ്ങളാൽ ശാശ്വതത്വമുണ്ട്. മുക്തനായ ജീവാത്മാവ് ഈ ഭൗതിക പ്രകൃതിക്ക് അടിമയല്ല, മറിച്ച് അയാൾ ഭഗവാന്റെ അതീന്ദ്രിയ സേവനത്തിൽ ഏർപ്പെടുന്നു. ബദ്ധമായ ജീവിതത്തിൽ ആ ജീവൻ ഭൗതികമായ ത്രിഗുണങ്ങൾക്ക് വശപ്പെടുകയും അങ്ങനെ പ്രേമഭരിതമായ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യാൻ മറന്നു പോവുകയും ചെയ്തേക്കാം. അതിൻ്റെ ഫലമായി ഈ ഭൗതിക ലോകത്തിൽ തൻ്റെ ജീവിതം നിലനിർത്താൻ ഏറെ ക്ലേശങ്ങൾ അനുഭവിക്കാനിടവരും. അതാണ് പറഞ്ഞത്. ഓക്കെ, സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ സേവ ചെയ്തിട്ട് നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, സത്വരജസ് തമോ ഗുണങ്ങൾക്ക് അടിമയാകാം. അങ്ങനെ വീണ്ടും വീണ്ടും അപ്പോൾ ഇതിൽ സദുപയോഗം ചെയ്തു കഴിഞ്ഞാൽ, ഭഗവത് സേവനത്തിൽ നിന്ന് ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും. ഇതിൽ നിന്ന് പൂർണ്ണമായിട്ടും നമുക്ക് മുക്തി കിട്ടും. ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനെ മറക്കാം, ഇന്ദ്രിയഭോഗങ്ങളാൽ ആകൃഷ്ടരാകാം, പ്രകൃതിയുടെ ഗുണങ്ങളുടെ അടിമയാകാം. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഈ ഭൗതിക പ്രകൃതിയിൽ വന്നു പിറന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇച്ഛാദ്വേഷ സമുത്ഥേന ദ്വന്ദ്വമോഹേന ഭാരത. ഇച്ഛ എന്ന് വെച്ചാൽ ആഗ്രഹം. എന്തിനുള്ള ആഗ്രഹം? ഭഗവാനിൽ നിന്ന് വേറിട്ട് എൻജോയ് ചെയ്യുക എന്നാഗ്രഹം. ഓക്കെ, ഭഗവാന്റെ കൂടെ നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിച്ചാണ് ആധ്യാത്മിക ലോകത്തിൽ. പക്ഷെ ഒരു നിമിഷം, എപ്പോഴോ ഒരു നിമിഷം, തെറ്റായിട്ടുള്ള ഒരു നിമിഷം വന്നു, നമ്മൾ വിചാരിച്ചു, ഓ ഭഗവാൻ എല്ലാം എൻജോയ് ചെയ്യുന്നു, അതേപോലെ എനിക്കും എൻജോയ് ചെയ്യണം. ഭഗവാനിൽ അവിടെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭഗവാൻ വേണ്ട. കുട്ടികൾ പറയുന്നു, അമ്മേ നിങ്ങൾ സിനിമയ്ക്ക് കൊണ്ടുപോകുന്ന അറിയാം, പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂടെ വരണ്ട, എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ കൂടെ പോകണം, എന്നാലേ എനിക്ക് മസ്തി ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെ ജീവാത്മാവ് പറയുന്നു, എനിക്ക് ഭഗവാനിൽ നിന്ന് വേറിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹം. 2, ദ്വേഷം. എല്ലാം ഭഗവാനാണോ? അയ്യോ നോക്കൂ, അദ്ദേഹം ഇരിക്കുന്ന സിംഹാസനം കണ്ടില്ലേ, അതേപോലെ എനിക്കും വേണം. എല്ലാം ഭഗവാനെ എങ്ങനെ എൻജോയ് ചെയ്യുന്നു അതേപോലെ എനിക്കും. ഭഗവാന്റെ അടുത്ത് ദ്വേഷം, അസൂയ, ഈ 2 കാരണം വന്നപ്പോഴത്തേക്കും ഭഗവാൻ പറഞ്ഞു, ശരി ഇവിടെ പറ്റില്ല, ഇവിടെ ഞാനാണ് എല്ലാം. അതുകൊണ്ട് മാറി വേറൊരു ഭൗതിക ലോകം സൃഷ്ടിച്ചു, അവിടെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ കൊടുത്ത് വിട്ടു. പോയിക്കോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ? അതിന് കാരണം എന്താണെന്ന് അറിയാമോ? അവർ ആൾക്കാർ ഡോക്ടേഴ്സ് ആണെങ്കിൽ അവർ പറയും വൈറസാണ്, ബാക്ടീരിയ ആണ്. നമ്മുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം, ദുരിതങ്ങൾക്കും കാരണം ഒരേ ഒരു കാരണം, അതാണ് ഭഗവാനെ നമ്മൾ മറന്നു. ഭഗവാനെ മറന്നതുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. ഭഗവാനെ തിരിച്ച് മറന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വലിയ ഇതുണ്ടെന്നിരിക്കട്ടെ, എക്സിബിഷൻ ഗ്രൗണ്ട്. അവിടെ കുട്ടിയും കൊണ്ട് അച്ഛനും കുട്ടിയും കൊണ്ട് പോയി. കുട്ടി നോക്കുമ്പോഴത്തേക്കും അയ്യ എന്ത് സുഖം, രസമായിട്ടുള്ള സ്ഥലം.
ഒരു നിമിഷം കൊണ്ട് അമ്മയുടെ കൈ വിട്ടിട്ട് അയാൾ ഓടിപ്പോയി കഴിഞ്ഞ ആൾക്കാരുടെ ആ ബഹളത്തിൽ പെട്ടുപോയപ്പോഴാണ് കുട്ടി അറിയുന്നത് ഇത് ഞാൻ വിചാരിക്കുന്ന പോലെ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. കുട്ടി എന്ത് ചെയ്യും? കരയാൻ തുടങ്ങും, ഇല്ലേ? അപ്പം അതേപോലെയാണ് കുട്ടി എപ്പോഴാണ് ഹാപ്പി ആകുക? തിരിച്ച് അച്ഛനമ്മമാരുടെ അടുത്തെത്തുമ്പോഴത്തേക്കും. അതേ സ്ഥിതിയാണ് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അതിനുള്ള സൊല്യൂഷൻ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോവുക. വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ കുണ്ഠിതങ്ങളില്ല, വിഷമങ്ങളില്ല, ദുരിതങ്ങളില്ല, ഒന്നുമില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് ഭഗവാന്റെ കൂടെ ഭഗവത് സേവനത്തിലൂടെ ഇരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം ഭഗവാനെ മറക്കാനാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ അതും തരും. ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ, മത്തഹ സ്മൃതിർ ജ്ഞാനം അപോഹനം ച, എന്നിൽ നിന്നാണ് ഓർമ്മയും ജ്ഞാനവും മറവിയും ഉണ്ടാകുന്നത്. എന്താണ് ഈ മറവി? ഭഗവാനെ മറക്കണം, എനിക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു വലിയൊരു പദ്ധതി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറയും ശരി, നീ എന്നെ മറന്നോളൂ, അത് നിന്റെ പദ്ധതിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയിക്കോളൂ എന്ന് പറയും. ഓക്കെ, ഇനി അതുകൊണ്ടാണ് ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. എല്ലാ ജീവാത്മാക്കളും മനുഷ്യരും മൃഗങ്ങളും മാത്രമല്ല, ഭൗതിക പ്രപഞ്ചത്തെ ഭരിച്ചു പോരുന്ന ബ്രഹ്മാവിഷ്ണു ശിവാദികളും പരമപുരുഷ അംശങ്ങളാണ്. അവരാരും ക്ഷണിക നേരത്തേക്ക് മാത്രം പ്രത്യക്ഷീഭവിച്ചവരല്ല, ശാശ്വതരാണ്. കർഷതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ബദ്ധനായ ജീവൻ ഇരുമ്പ് ചങ്ങലകളാൽ കെട്ടപ്പെട്ടതുപോലെ മിഥ്യാഹങ്കാരത്തിന് കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. ഈ ഭൗതികതയിലേക്ക് ജീവനെ മുഖ്യമായി പിടിച്ച് ഇഴയ്ക്കുന്നത് മനസ്സ് തന്നെ. മനസ്സ് സത്വഗുണ സമ്പന്നമായിരിക്കെ മനുഷ്യൻ നല്ല കർമ്മങ്ങൾ ചെയ്യും. രജോഗുണഭരിതമാണെങ്കിൽ അവന്റെ കർമ്മങ്ങൾ ക്ലേശകരങ്ങളായിരിക്കും. തമസ്സിന് അടിമപ്പെട്ടിരുന്നാൽ താഴ്ന്ന തരം ജീവികളുടെ പദവിയിലേക്ക് നീങ്ങും. ഇത് 14-ാം അധ്യായത്തിലുള്ള എൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. കർഷതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഥ്യാഹങ്കാരത്തിന്റെ കുടുക്ക്, അറിവില്ലായ്മയുടെ. എന്താണ് അറിവില്ലായ്മ? ശരിയായിട്ടുള്ള അറിവ്, അല്ലാത്തത് തെറ്റായിട്ടുള്ള അറിവ്. ശരിയായിട്ടുള്ള അറിവാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മമൈ വാംശോ ജീവലോകേ ജീവഭൂത സനാതന. നമ്മൾ ഓരോ ജീവാത്മാക്കളും ഭഗവാന്റെ ശാശ്വതരായിട്ടുള്ള അംശങ്ങളാണെന്നുള്ളത്. മിഥ്യാബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഞാൻ ഈ ശരീരമാകുന്നു, ശരീരത്തിനെ സംബന്ധിക്കുന്നതെല്ലാം എൻ്റേതാണ്, അതിൻ്റെ എല്ലാം തന്നെ ഉടമസ്ഥാവകാശം എനിക്കാണ്. ഇതാണ് തെറ്റായിട്ടുള്ള മിഥ്യ അഹങ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം തന്നെ നിയന്ത്രണത്തിനായിട്ട് എല്ലാം തന്നെ ഈശ്വരത്വം അതിൻ്റെ ആധിപത്യം നമുക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ തള്ളിയിട്ടതിൻ്റെ ആൾക്കാരാരാണ്? കാരണക്കാരാരാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ എത്രയാണ്? നമ്മൾ പറഞ്ഞു 5, 1, 6. അതിൽ ചീഫ് ആരാണ്? മൈൻഡ്, മനസ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിൻ്റെ 3 ഗുണങ്ങളെപ്പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞ അധ്യായത്തിൽ. അപ്പം സാത്വിക ഗുണമാണെങ്കിൽ നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യും, അഥവാ ജീവിതത്തിൽ ചിട്ടയോടുകൂടി കാര്യങ്ങൾ ചെയ്യും, അത് നമുക്ക് സുഖത്തെ പ്രദാനം ചെയ്യും. രാജസികമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. മാത്രമല്ല ഒരു ടൈം മാനേജ്മെന്റ് ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും ചാടിക്കയറും, മറ്റൊന്ന് ചെയ്യുന്നതിനിടയ്ക്ക് മൂന്നാമത്തത്, അങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് കിട്ടുന്നത് എന്താണ്? ക്ലേശം. താമസികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലസ്യം. ഓക്കെ, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആട്ടെ, അടുത്ത ആഴ്ച ആട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്ന ശീലം, അതൊക്കെ താമസികമാണ്. നമ്മുടെ ജീവിതം ദുഃഖഭരിതമായിരിക്കും നമ്മൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ. മനസ്സ് താമസിക്കുകയാണെന്നെങ്കിൽ ദുഃഖഭരിതമായിരിക്കും. ഇനി ഇന്ദ്രിയങ്ങളും മനസ്സും ഉൾപ്പെട്ട ഭൗതിക ശരീരം കൊണ്ട് ജീവാത്മാവ് സ്വയം ആവരണം ചെയ്തിരിക്കുകയാണെന്നും മോചനം നേടുമ്പോൾ ഈ കവചം നശിച്ച് ആത്മീയ ശരീരം അതിൻ്റെ വ്യക്തിഗതമായ കഴിവുകളോട് പ്രത്യക്ഷപ്പെടുമെന്നും ഈ ശ്ലോകത്തിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. സവായേഷ ബ്രഹ്മനിഷ്ഠ ഇതം ശരീരം മർത്യം അതിസൃജ്യ ബ്രഹ്മാഭിസമ്പദ്യ ബ്രഹ്മണാ പശ്യതി ബ്രഹ്മണാ ശൃണോതി ബ്രഹ്മണൈവേദം സർവം അനുഭവതി. മാധ്യന്തിനായന ശ്രുതി.
ഒരാൾ സ്വശരീരം ത്യജിച്ച് ആധ്യാത്മിക ലോകത്തിൽ പ്രവേശിക്കെ തൻ്റെ ആത്മീയ ശരീരം വീണ്ടും കൈക്കൊള്ളുന്നു. അതിലിരുന്നു കൊണ്ട് അയാൾക്ക് പരമപുരുഷനെ മുഖത്തോട് മുഖം കാണാനും സമ്മതിക്കാനും അദ്ദേഹത്തെ ശരിക്കും മനസ്സിലാക്കാനും കഴിയും. വസന്തിയത്ര പുരുഷാഹ സർവേ വൈകുണ്ഠമൂർത്തയ എന്ന സ്മൃതിയുണ്ട്. ആധ്യാത്മിക ലോകങ്ങളിൽ എല്ലാവരും ഭഗവാന്റേതുപോലുള്ള ശരീരമുള്ളവരാണ്. ശരീരഘടനയിൽ വിവിധ വിഷ്ണുമൂർത്തികൾക്കും ജീവാത്മാക്കൾക്കും തമ്മിൽ വ്യത്യാസമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ മുക്തനായ ജീവന് ഭഗവത് കരുണയാൽ ഒരു ആധ്യാത്മിക ശരീരം ലഭിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ശരീരം, ഭൗതികമായിട്ടുള്ള ശരീരം എന്തു വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങൾ കൊണ്ട്. എന്താണ് പഞ്ചഭൂതങ്ങൾ? ഭൂമി, ജലം, ആകാശം, വായു, അഗ്നി. 5 എണ്ണം. ഓർഡർ തെറ്റിപ്പോയി, പക്ഷേ 5 എണ്ണമാണ്. ഓക്കെ, മാത്രമല്ല ശരീരം മാറുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ട്രക്ചറും മാറിക്കൊണ്ടിരിക്കും. ഒരു മനുഷ്യൻ്റെ ശരീരമല്ല ഒരു കാളയുടെയോ നായയുടെയോ ശരീരം വരുന്നത്, വേറെയാണ്. അതിൻ്റെ കോമ്പോസിഷൻ വേറെ ആയിരിക്കും. പിന്നെ വേറൊരു ശരീരമുണ്ട്. ഇത് സ്ഥൂല ശരീരമാണ്. നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അത് സ്ഥൂല ശരീരം, പഞ്ചഭൂതം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. വേറൊരു ശരീരമുണ്ട് നമുക്ക്. അതെന്താണെന്ന് അറിയാമോ? സൂക്ഷ്മ ശരീരം. സൂക്ഷ്മ ശരീരത്തിന് 3 കാര്യങ്ങളുണ്ട്. എന്താണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം. മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഓക്കെ, ഈ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഉണ്ടായിരുന്നതാണ്. അടുത്ത ജന്മത്തിലും അതേപോലെ ആയിരിക്കും. ശരീരം മാറിയിരിക്കും, പക്ഷേ മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറയുന്നത് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കൊണ്ടുപോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. സത്യം പറഞ്ഞാൽ എല്ലാവരും പറയും ഇല്ല എന്ന് പറയും. ഒരു സാധനം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അതെന്താണ്? നമ്മുടെ സൂക്ഷ്മ ശരീരം നമ്മൾ കൊണ്ടുപോകും. അത് ആത്മാവിൻ്റെ കൂടെ പോകുന്നതാണ്. ഒരു ശരീരത്തിൽ മറ്റൊരു അതുകൊണ്ടാണ് പഴയ ജന്മത്തിലെ പല കാര്യങ്ങളും അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് വരുന്നത്. എങ്ങനെയാണ്? എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരേപോലെ ആയിരിക്കണ്ടേ? എന്തുകൊണ്ട് ഒരു കുട്ടി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തി കാണിക്കുന്നു, മറ്റു കുട്ടി എന്ന് പറയുന്നത് അഹങ്കാരിയായിത്തീരുന്നു, വേറൊരു കുട്ടി എന്ന് പറയുന്നത് ദുഷ്ടതരം കാണിക്കുന്നു? എന്തുകൊണ്ട് വ്യത്യാസം വരുന്നു? കാര്യം അവരുടെ സൂക്ഷ്മ ശരീരത്തിലുള്ള വ്യത്യാസം. മുൻ ജന്മത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഇതെല്ലാം തന്നെ അതിൽ കണ്ടിന്യൂ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നു ആത്മീയ ശരീരം. ആത്മീയ ശരീരം വ്യത്യസ്തമാണ്. അത് കേവലം സച്ചിദാനന്ദമയമാണ്. സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ശരീരം. ഭഗവാന്റെ സ്വരൂപം എന്താണ്? സച്ചിദാനന്ദമയമാണ്. സത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാശ്വതം. ചിത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണ ജ്ഞാനമുള്ളത്. ആനന്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദം. ഓക്കെ, അതുകൊണ്ട് ഒരു ശരീരം വെട്ടിയിട്ട് ആത്മീയ ശരീരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ഉദാഹരണം, നാരദന്റെ കഥാഭാഗത്തിൽ പറയുന്നുണ്ട്. നാരദൻ ഒരു ഗന്ധർവനായിരുന്നു. ശാപം കിട്ടിയ ഒരു ദാസീപുത്രനായി. ദാസീപുത്രൻ പരമഹംസന്മാരുടെ അനുഗ്രഹം കാരണം അടുത്ത ജന്മത്തിൽ എന്തായി? ദേവർഷിയായി മാറി. ആത്മീയ ശരീരം കിട്ടിയപ്പോഴത്തേക്കും അവിടെ ഇതായോ? ഭഗവാനിൽ ലയിച്ചു ചേർന്നോ? ഭഗവാനുമായി ഒന്നായോ? ഇല്ല. അവിടെയും വ്യക്തിത്വമുണ്ട്. മാത്രമല്ല എന്താണ് ചെയ്യുന്നത്? നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഭഗവത് സേവനത്തിൻ്റെ പ്രാധാന്യം നമ്മളെ പഠിപ്പിക്കുകയാണ് നാരദൻ, ഇല്ലേ? അതുകൊണ്ട് വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. ആത്മീയ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുന്നില്ല. ആത്മീയ ലോകത്തിൽ പറയുന്നു ഭഗവാനെ നമുക്ക് മുഖാമുഖം കാണാം, സംസാരിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മണാ പശ്യതി ബ്രഹ്മണാ ശൃണോതി. ഭഗവാനെ കേൾക്കാൻ പറ്റും, ഭഗവാനെ കാണാൻ പറ്റും, ഇതൊക്കെ. ഓക്കെ, അപ്പം മാത്രമല്ല ചില ഇതിൽ വേറൊരു ഇത് പറയുന്നുണ്ട്. എന്താണ്? ആധ്യാത്മിക ലോകത്തിൽ എല്ലാവരും ഭഗവാന്റേത് പോലുള്ള ശരീരമുള്ളവരാണ്. എന്താണ് ഭഗവാന്റെ സാരൂപ്യം, ഒരേ രൂപം. ഭാഗവതത്തിൽ ബ്രഹ്മവിമോഹന ലീലയിൽ പശുക്കുട്ടികളെ ബ്രഹ്മാവ് മോഷ്ടിച്ചുകൊണ്ട് പോയി. ഭഗവാൻ പശുക്കുട്ടികളും ഗോപന്മാരുമായിട്ട് വിസ്തരിച്ചു. ബ്രഹ്മാവ് ഒന്ന് നോക്കുമ്പോഴത്തേക്കും ബ്രഹ്മാവ് മോഷ്ടിച്ച ആൾക്കാരെല്ലാം അവിടെയുണ്ട്, ഇവിടെയുണ്ട്. അവർ തന്നെ വൃന്ദാവനത്തിലുമുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും പശുക്കുട്ടികളും ഗോപന്മാരും അവരുടെ രൂപം എന്താണ്? ചതുർഭുജ വിഷ്ണു രൂപം. കാര്യം ഭഗവാന്റെ വിസ്താരങ്ങളാണ്. അതേപോലെ ഈ ഓരോ ജീവാത്മാക്കളും തിരിച്ച് അവിടെ വൈകുണ്ഠത്തിൽ ചെല്ലുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്നത് ഭഗവാന്റെ ചതുർഭുജ
വിഷ്ണു രൂപം കിട്ടും. എല്ലാ അടയാളങ്ങളും കാണില്ല. ഉദാഹരണത്തിന് കൗസ്തുഭം കാണില്ല, അങ്ങനെ ചില ഇത് കാണും. പക്ഷേ ഭഗവാന്റെ രൂപമായിട്ടുള്ള ചതുർഭുജ രൂപം എല്ലാവർക്കും കാണും. പിന്നെ മമൈവാംശ, ഭഗവാന്റെ ചെറിയ അംശങ്ങൾ എന്നതും വളരെ അർത്ഥവത്താണ്. പരമപുരുഷന്റെ ഒരംശം എന്നത് ഉടഞ്ഞ ഒരു ഭൗതിക വസ്തുവിന്റെ തുണ്ടുപോലെയുള്ളതല്ല. ആത്മാവിനെ തുണ്ടുതുണ്ടാക്കാൻ വയ്യെന്ന് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഭൗതികമായ മനസ്സിലാക്കാവുന്ന ഒന്നല്ല ഇത്. ഭൗതിക പദാർത്ഥങ്ങളെ മുറിച്ച കഷ്ണങ്ങളാക്കാം, കൂട്ടിച്ചേർക്കുകയുമാകാം. ഈ പദ്ധതി ഇവിടെ അനുയോജ്യമല്ല. സനാതന എന്ന സംസ്കൃത പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെറിയ അംശം ശാശ്വതമാണ്. 2-ാം അധ്യായത്തിന്റെ ആരംഭത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്, സർവ്വജീവികളിലും പരമപ്രഭുവിന്റെ ചെറിയ അംശമുണ്ടെന്ന്. ദേഹിസ്നോസ്മിൻ യഥാദേഹേ. ഈ ചെറിയ അംശം ശരീരത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ മുൻകാലത്തിൽ പരവ്യോമത്തിൽ ആധ്യാത്മിക ഗ്രഹത്തിൽ തൻ്റെതായിരിക്കുന്ന അഭൗതിക ശരീരം കൈക്കൊണ്ട് ഭഗവത് സന്നദ്ധി ഊകി ആനന്ദിക്കുന്നു. സ്വർണ്ണത്തരികൾ ഓരോന്നും സ്വർണം തന്നെ എന്നതുപോലെ ഭഗവത് അംശങ്ങൾ എന്ന നിലയിലേക്ക് ജീവസത്തകൾ ഗുണം കൊണ്ട് ഭഗവത് സദൃശ്യങ്ങൾ തന്നെ എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം തന്നെ ജീവാത്മാക്കളെല്ലാം തന്നെ ചെറിയ അംശങ്ങളാണ്, അതിൻ്റെ വിഭിന്നാംശങ്ങളാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ബ്രഹ്മം അഥവാ പരബ്രഹ്മം, ഭഗവാൻ എന്ന് പറയുന്ന പരബ്രഹ്മത്തിൻ്റെ ഒരു ഭഗവാനും പരബ്രഹ്മവും ഒന്ന് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ചെറിയ വ്യത്യാസമാണ്. അതിനെ മനസ്സിലാക്കുന്ന രീതിയിലാണ് വ്യത്യാസം വരുന്നത്. പരബ്രഹ്മം എന്ന് പറയുന്ന അക്ഷരബ്രഹ്മം, അക്ഷരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നാശമില്ലാത്തതാണ്, ഇല്ലാത്തതാണ്. അപ്പം അതിനെ മുറിച്ച് മാറ്റാനായിട്ട് സാധിക്കില്ല, തുണ്ടാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അതിന് അക്ഷരബ്രഹ്മം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2-ാം അധ്യായത്തിൽ 23-24 ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്, നൈനം ചിന്തന്തി ശസ്ത്രാണി. ആത്മാവിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതിനെ നമുക്ക് ആയുധങ്ങൾ കൊണ്ട് ആത്മാവിനെ മുറിക്കാൻ സാധിക്കില്ല. അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു, അഛേദ്യോയം, ഇതിനെ മുറിക്കാനായിട്ട് സാധിക്കില്ല, ഇതിനെ നനയ്ക്കാനായിട്ട് സാധിക്കില്ല, ഇതിനെ കത്തിക്കാനായിട്ട് സാധിക്കില്ല, ഇതിനെ ഉണക്കാനായിട്ട് സാധിക്കില്ല. ഇതൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ഭൗതിക പദാർത്ഥങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും. നനയ്ക്കാനായിട്ട് സാധിക്കും, ഉണക്കാനായിട്ട് സാധിക്കും, മുറിക്കാനായിട്ട് സാധിക്കും, കത്തിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ആത്മാവെന്ന് പറയുന്നത് ഇതൊന്നും തന്നെയില്ല, ഭൗതികമായിട്ടുള്ള ഒന്നല്ല ആത്മാവ്. അതുകൊണ്ടാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർക്ക് അത് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിട്ടുള്ളത്. അവർക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകുന്നില്ല. കാര്യം അവർക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള സാധനമാണ്. ഭൗതികമായിട്ടുള്ള സാധനം ഭൗതികമായിട്ടുള്ള ഒന്നിനെ അനലൈസ് ചെയ്യും, ആത്മീയമായിട്ടുള്ളതിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കാര്യം ഞങ്ങൾക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ ലിമിറ്റേഷൻ, അതവർ മനസ്സിലാക്കുന്നില്ല. ഓക്കെ, ആത്മാവിൻ്റെ ലക്ഷണം എന്താണ്? ലക്ഷണം ആത്മാവ് ഉണ്ടോ എന്ന് എങ്ങനെ അറിയാം? ചേതന. ഓക്കെ, ഏത് ജീവനിലും ആത്മാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചൈതന്യമുണ്ട്. അത് അനങ്ങുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, ഇല്ലേ, സൗണ്ട് ഉണ്ടാക്കുന്നു. ഇതെല്ലാം തന്നെ എന്തിൻ്റെ ലക്ഷണമാണ്? ആത്മാവിൻ്റെ ലക്ഷണം. അതുകൊണ്ടാണ് ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം അവിടെയുണ്ട്, പക്ഷെ നമ്മൾ എന്ത് പറയും? അപ്പൂപ്പൻ പോയി, അപ്പൂപ്പൻ്റെ ശരീരം അവിടെയുണ്ട്, പക്ഷെ അപ്പൂപ്പൻ പോയി എന്ന് പറയും. എന്താണ് കാരണം? ആത്മാവാണ് പോയിരിക്കുന്നത്, ശരീരം അവിടെയുണ്ട്, അപ്പൂപ്പൻ്റെ ആത്മാവ് ആ ശരീരം വിട്ടുപോയി. അതുകൊണ്ട് ചേതനയില്ലാത്ത ആത്മാവില്ലാത്ത ശരീരം എന്ന് പറയുന്നത് ജഡമാകുന്നു. ഓക്കെ, അപ്പോൾ ആത്മാവ് എന്താണ് ഇച്ഛിക്കുന്നത്? ആനന്ദം. സച്ചിദാനന്ദ സ്വരൂപനാണ്. ഭഗവാനെ പോലെ തന്നെ ആത്മാവും സച്ചിദാനന്ദ സ്വരൂപമാണ്. അതെന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് പൂർണ്ണതയിലെത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആത്മാവിന് എങ്ങനെ അതിൻ്റെ പൂർണ്ണത എത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കുമ്പോൾ. ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് വിളിച്ചുകൊണ്ട് വന്നു, ഇവിടെ ഇന്ന് ഗോവർദ്ധന പൂജയാണ് കേട്ടോ, നല്ല സദ്യ തരാം എന്ന് പറഞ്ഞ് ഇവിടെ ഇരുത്തി ഒരു വലിയ ഇലയിൽ എല്ലാം വിളമ്പിക്കൊടുത്തു. മത്സ്യം ഹാപ്പി ആകുമോ? മത്സ്യം ഹാപ്പി ആകുന്ന എപ്പോഴാണ്? അതിനെ വെള്ളത്തിലിടുമ്പോൾ. അതേപോലെ ആത്മാവും പൂർണ്ണ തൃപ്തനാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിൽ അത് നിൽക്കുമ്പോൾ. അതെന്താണെന്ന് ഭാഗവതത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നു. സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തിരഥോഷജെ അഹൈതുകീയ പ്രതിഹത ഏ ആത്മാ സുപ്രസീദതി. ആത്മാവ് സുപ്രസാദിതി, എപ്പോഴാണ് സന്തോഷിക്കുന്നത്, സന്തുഷ്ടമാകുന്നത് എന്ന് ചോദിച്ചു. തുഷ്ടം എന്ന് വെച്ചാൽ സന്തോഷം, സന്തുഷ്ടം എന്ന് വെച്ചാൽ വളരെ നന്നായിട്ട് ഹാപ്പി ആകുന്നു. അതെപ്പോഴാണ്? ഭഗവാന്റെ അഥോഷജനായിട്ടുള്ള ഭഗവാനിൽ ഭക്തി ചെയ്യുമ്പോൾ ഹാപ്പി ആകുന്നു. പക്ഷെ ആ ഭക്തിക്ക് 2 ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? അഹൈതുകി, ഒരു കാരണവും പാടില്ല. നമ്മൾ ഭക്തി ചെയ്യാനായിട്ട് തൃക്കോവിലിൽ പോവും, എന്നിട്ട് എന്തൊക്കെ ചോദിക്കും? കൈകൂപ്പി എന്നിട്ട് എന്തൊക്കെ ചോദിക്കും? ഇന്നത്തെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ, അടുത്ത മാസം എനിക്കൊരു കാറ് വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ അടുത്ത കൊല്ലം ഒരു വീട് ഒന്ന് വേറെ ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് പുതിയ നല്ല വീട്ടിലേക്ക് മാറണം. ഇതൊക്കെ എന്താണ്? ചെയ്യാനുള്ള ഹേതുക്കളാണ്. ഒരു കാരണത്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോയി ഭഗവാന്റെ അടുത്ത് ഭക്തി ചെയ്യുന്നത്. ഭഗവാന്റെ അടുത്ത് സ്നേഹമാണ് തീർച്ചയായിട്ടും, പക്ഷേ ഒരു കാരണത്തോടു കൂടിയുള്ള ഭക്തിയാണ് ചെയ്യുന്നത്. അങ്ങനെ പാടില്ല, ഒരു കാരണവുമില്ലാതെ. മമൈവാംശോ ജീവലോകെ, ഞാൻ ഭഗവാന്റെ അംശമാണ്, അതുകൊണ്ട് ഞാൻ ഭഗവാനെ സേവിക്കുന്നു, എൻ്റെ ഡ്യൂട്ടി, അതെൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്യൂട്ടിയാണ്, അത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നു. രണ്ടാമത്തത് അപ്രതിഹത, തടസ്സങ്ങളില്ലാതെ. ഗംഗാനദി ഹിമാലയത്തിൽ നിന്ന് ഒഴുകി താഴ്ത്തു വരുമ്പോഴത്തേക്കും എത്രയോ കുന്നുകളും മലകളും ഒക്കെ ഉണ്ട്. ഒന്നിനും ഗംഗാനദിയെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അവിടെ കുന്നു വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറി അങ്ങ് പോകും. ലക്ഷ്യം എന്താണ്? സമുദ്രം. അതേപോലെ നമ്മുടെ ഭക്തിയും അതേപോലെ ഒരു പ്രതിബന്ധവും കൂടാതെ ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് തൃപ്തമാകും. അതോടുകൂടി നമുക്ക് ഭക്തിയുടെ സേവനം പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഭക്തിയുടെ സേവനം പെർഫെക്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് ആത്മീയ ലോകത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ഓക്കെ.